പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ ശക്തികൾ കേരളത്തിൽ ശക്തി ആർജിക്കുന്നു എന്ന് ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ കേസുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തീവ്രവാദ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ പഹൽഗാമിലടക്കം നമ്മുടെ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അതിൻ്റെ വേരുകൾ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ബന്ധം കേരളവുമായിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിലേക്ക് വരുന്നു. കേരളത്തിൽ രാജ്യത്തുണ്ടായിട്ടുള്ള പല സ്ഫോടനങ്ങളുടെയും കണ്ണികളുടെ അന്വേഷണം വന്നു നിന്നിട്ടുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ IS ആളുകൾ ചേരാൻ പോയി എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും എല്ലാം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളുമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ NIA നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്രയോ സ്ഥാപനങ്ങളാണ് സീല് വെക്കാനുള്ള സാഹചര്യം ഉണ്ടായത്, പൂട്ടിക്കെട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ NIA കോടതിയിൽ കൊടുത്തിട്ടുള്ള കഴിഞ്ഞ ദിവസം ചർച്ചയായിട്ടുള്ള വലിയ റിപ്പോർട്ടുണ്ട്. NIA ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIA കൊടുത്ത റിപ്പോർട്ടിൽ, തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കേസിൽ NIAയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അതിൽ കേരളത്തിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആളുകൾക്കെതിരെ ശാരീരികമായ അക്രമത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.